ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വയോലാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തനി നാടൻ സിമ്പിൾ റെസിപ്പിയാണ്. തേങ്ങ അരയ്ക്കാത്ത നല്ല പച്ചമാങ്ങ ചമ്മന്തി. വളരെ ഈസിയാണത് ഉണ്ടാക്കാനായിട്ട്. വെറും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് ഈ റെസിപ്പി. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കൂട്ടു സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് ഒത്തിരി ഐറ്റംസുകളൊന്നുമില്ല, ഒത്തിരി ഇൻഗ്രീഡിയൻസും ഇല്ല, ഒത്തിരി പണികളും ഇല്ല ഇത് ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ചോറിനൊക്കെ കൂടെ കഴിക്കാനായിട്ട് വേറെ കറിയൊന്നും വേണ്ട, ഇത് തന്നെ ധാരാളം മതി. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത്. അപ്പോൾ തേങ്ങ അരയ്ക്കാത്ത നല്ല പച്ച മാങ്ങ ചമ്മന്തിക്ക് വേണ്ടി ഏറ്റവും അത്യാവശ്യം നമ്മൾക്ക് വേണ്ടത് ഒരു മാങ്ങയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ്. അത് ഞാനിതുപോലെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചീകി എടുക്കണം. അപ്പോൾ ഞാനിതുപോലത്തെ ഗ്രേറ്റർ വെച്ചിട്ട് ഞാൻ ഈ മാങ്ങ ചീകി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വലുതായിട്ട് വേണം ചെയ്യാനായിട്ട്, കാരണം നമുക്ക് ഈ മാങ്ങ പൊടിഞ്ഞു പോകരുത്, കുറച്ചിങ്ങനെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കണം. പോവാണ്ടിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ പ്ലേറ്റ് വെക്കുവാണ്. ഇപ്പോൾ ഫുഡ് പ്രോസസ്സർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് പ്രോസസ്സറിൽ നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഏകദേശം മാങ്ങയുടെ എല്ലാ ഫ്ലഷും നമ്മൾ ചെത്തിക്കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ഫുഡ് പ്രോസസ്സറിലാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങ പൂളുന്ന പോലെ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ കഷ്ടപ്പെട്ട് ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിപ്പം ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. നമ്മളിപ്പം മെഷീനിൽ ചെയ്യുമ്പം അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഏകദേശം എല്ലാം കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു. നമുക്ക് നോക്കാം കേട്ടോ ഇനി എത്ര കിട്ടിയെന്നുള്ളത്. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മാങ്ങ മുഴുവൻ നമ്മൾ പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കണം. നമുക്ക് വെള്ളം ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞു പാത്രത്തിനകത്ത് ഇങ്ങനെ വെള്ളം ഊറ്റിയെടുക്കുവാണ്. കണ്ടോ, നന്നായിട്ട് അതിൻ്റെ വെള്ളം കളയണം. വെള്ളം കളഞ്ഞിട്ടുള്ള ഡ്രൈ പാർട്ട് മാത്രം നമുക്ക് മതി കേട്ടോ. അത് ഞാനിത് ഈ പ്ലേറ്റിലേക്ക് ഇടുവാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ വെള്ളം ഫുള്ളും ഊറ്റിയെടുത്ത് ഇതിൻ്റെ പാത്രത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. ഞാൻ കുറേശ്ശെ എടുത്ത് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ രണ്ടും ഇതുപോലെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇതിൻ്റെ ഫ്ലഷ് മാത്രം, അതുപോലെ അതിൻ്റെ നീരുമാണ്. ഈ നീര് കൊണ്ട് നല്ല കിടിലൻ ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്ത് വന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലഷ് ഒന്ന് ഇതുപോലെ ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്ന് ഇതാക്കാം. നെക്സ്റ്റ് വേണ്ടത് സവാളയാണ്. ഞാനിതുപോലെ ഒരു 1/2 കപ്പ് സവാള ഇതുപോലെ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത സവാള ഇതിലേക്ക് ഇടുവാണ്. സവാള ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല കേട്ടോ. സവാള ഇതിലേക്ക് ഇട്ടു. നെക്സ്റ്റ് വേണ്ടത് പച്ചമുളക് ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്, അതുപോലെ കുഞ്ഞിതായിട്ട് എരിഞ്ഞത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില. അത് ഞാനിത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിച്ച് മീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ ജാവ ഭയങ്കര സിമ്പിളാണ് പക്ഷേ ഭയങ്കര പവർഫുള്ളാന്നൊക്കെ പറയുന്ന പോലെ ഇത് ഭയങ്കര സിമ്പിളാണ് എന്നാൽ ഭയങ്കര ടേസ്റ്റിയുമാണത്. ഇനി നെക്സ്റ്റ് ഞാൻ ചേർക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഞാൻ ഇതിനകത്ത് ഒരു 1/4 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങയും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിങ്ങിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരാം കേട്ടോ. നമ്മൾ എത്ര നന്നായിട്ട് എല്ലാം കൂടി ഞരണ്ടി മിക്സ് ചെയ്യണോ അത്രയാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. തേങ്ങ വേണമെങ്കിൽ ഇച്ചിരി ചേർക്കാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പം നിങ്ങൾക്ക് തേങ്ങയുടെ ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതൽ ഹൈലൈറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് തേങ്ങ ഇടാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ നമ്മൾ കൈ കൊണ്ട് തിരുമ്മുന്നത് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരാം കേട്ടോ. അതുപോലെ പച്ചമുളക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകും നമുക്കിനി എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ കുറച്ചുകൂടി എരിവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവ് ചേർക്കാം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോ ഒരു 1.5 ടീസ്പൂണോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഭയങ്കര ടേസ്റ്റിയും ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്നാൽ വളരെ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസിയാണ് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. പ്രത്യേകിച്ച് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. മാങ്ങ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. പിന്നെ പച്ചമുളക്, സവാള, ഇതൊക്കെ, പിന്നെ തേങ്ങ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പം ഇപ്പോൾ ചോറിൻ്റെ കൂടത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ കിടു റെസിപ്പിയാണ് ഇത്. ഇത് മാത്രം മതി, ചോറിന് വേറെ കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ മറ്റൊരു കിടു റെസിപ്പിയുമായി നമുക്ക് പിന്നെ കാണാം.